ജിമ്മിൽ കുറച്ച് ടൈപ്പ് ഓഫ് ആൾക്കാർ ഇപ്പോൾ കയറിയിട്ടുണ്ട്. നിങ്ങൾക്കിത് റിലേറ്റബിൾ ആണെങ്കിൽ, നിങ്ങൾക്കിത് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ജിമ്മിൽ വന്നിട്ട് വർക്കൗട്ട് ഒഴിച്ച് ബാക്കി എല്ലാ പരിപാടി ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ മെഷീൻ്റെ ഇടയിൽ നിന്ന് വർക്കൗട്ട് ചെയ്യുക, മെഷീൻസും കാര്യങ്ങളെല്ലാം നിൽക്കുന്നു, അതിൻ്റെ ഇടയിൽ വന്നിട്ട് ഫോൺ എടുത്ത് വെച്ച് റീൽസ് സ്ക്രോൾ ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ചിലപ്പോൾ ഒരു 3-4 വർഷമൊക്കെ വർക്കൗട്ട് ചെയ്ത് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാർ അവിടെ വന്ന് വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് കോൺസെൻട്രേഷൻ കുറച്ച് ആവശ്യമുണ്ട്. ഇപ്പോൾ ജിമ്മിൽ പാട്ടിട്ടേക്കുന്നതാ അതൊക്കെയാണെങ്കിൽ ഓക്കെയാണ്. ഇത് നമ്മൾ വെയിറ്റ് എടുക്കണം അല്ലെങ്കിൽ ആ രീതിക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വേറെ ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങളായിരിക്കും ഒരു ലോക കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യണം. ഒന്നീ വീട്ടിലെ ലോൺ അടയ്ക്കുന്ന കാര്യം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങളായിരിക്കും അവർ സംസാരിക്കുന്നത്. അപ്പോൾ നമ്മളെ ശ്രദ്ധ അതിലോട്ട് പോകും. അത് സംസാരിക്കുന്ന നീക്കൊന്ന് പയ്യെ സംസാരിക്കും. ഇത് ഹൈ വോളിയത്തിലാണ് സംസാരിക്കണം. നമുക്ക് ഡയറക്റ്റ് ഒന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശരിയാവത്തില്ല. കാര്യം ആ സൈഡിലും ബാക്കിനൊക്കെ കുറച്ച് ആൾക്കാർ കാണും. അതുപോലെ തന്നെ ചുമ്മാ ആവശ്യമില്ലാത്ത കോൺട്രവേഴ്സി ഉണ്ടാവും. പിന്നെ നാളെ ഇവരെ തമ്മിൽ കാണാനുള്ളതാണ്. അങ്ങനെയൊക്കെ കുറച്ച് പ്രശ്നങ്ങളുണ്ടാവും. പിന്നെ നിങ്ങൾ അത്യാവശ്യം ഒരു സിവിക് സെൻസ് ഉള്ള ആൾക്കാരല്ലെങ്കിൽ കുറച്ച് കോമൺ സെൻസ് എങ്കിലും വേണ്ടേ. നമ്മൾ സാധാരണ ജിമ്മിൽ വന്നാൽ എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യുക, അല്ലെങ്കിൽ വർക്കൗട്ടിൻ്റെ കാര്യങ്ങൾ സംസാരിക്കുക, പോവുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കുകയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ റിസപ്ഷൻ്റെ അവിടെയോ അങ്ങനെ എന്തെങ്കിലും സ്ഥലത്താണ് പോയിരുന്ന് നിങ്ങൾക്ക് സംസാരിക്കാം. നമ്മൾ സംസാരിക്കില്ല എന്നൊന്നും പറയാനില്ല, സംസാരിക്കണമെന്നൊന്നും സംസാരിക്കാതിരിക്കാമെന്ന് പറയുന്നത്. ജസ്റ്റ് ഒരു വോളിയം കുറച്ചിട്ട് നിങ്ങൾ വർക്കൗട്ട് ഫിനിഷ് ചെയ്തിട്ട് നിങ്ങൾ അവിടെ ആ സൈഡിൽ പോയി സംസാരിച്ചോ. എന്തിനാണ് ബാക്കിയുള്ളവരെയും കൂടെ എന്തിനാണ് ബുദ്ധിമുട്ടിക്കുന്നത്? പിന്നെ ജിമ്മെന്ന് വെച്ച് കഴിഞ്ഞാൽ വന്നപ്പോൾ ഒരു ചായക്കട പോലെയായി. കുറേ പേര് ഒരു 5 മണി 6 മണി ആകുമ്പോൾ ഇനി വരും, വന്നിട്ട് ഇല്ല ചായക്കട ഇരിക്കുന്ന കണക്ക് 3/4 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറിനകത്ത് വർക്കൗട്ട് തീർത്തിട്ട് പോകാതെ 2-3 മണിക്കൂർ അവിടെ അങ്ങ് സ്പെൻഡ് ചെയ്യും. പിന്നെ ട്രെയിനർ വല്ലതും ചോദിക്കുകയാണെങ്കിൽ പിന്നെ അവിടെ വഴക്കാവും, അടിയാവും, ചൊറയാവും. ഇങ്ങനത്തെ കുറേ പ്രശ്നങ്ങളും വിഷയങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒരു സ്ഥലത്ത് വന്ന് എങ്ങനെയാണ് നിൽക്കാനുള്ളതെന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കി ഒരു റിക്വസ്റ്റാണ്, ഒന്ന് മനസ്സിലാക്കി വെച്ചിട്ട് നിങ്ങളവിടെ ആ രീതിക്കൊന്ന് ബിഹേവ് ചെയ്യും. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഓക്കെ, ഇതിൽ കൂടുതലൊന്നും പറയാനില്ല.